കണ്ടില്ലേ ഈ പെങ്ങളുകുട്ടി? ഈ പെങ്ങളുകുട്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ പെങ്ങളുകുട്ടീനെ കുറിച്ച് പറയാ ഇത്രയൊക്കെ ഉള്ളതെന്ന്? ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് പറഞ്ഞുതരാം. ശരി, കണ്ടില്ല. ശരി, ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ കൊണ്ട് നിൽക്കുന്നത്. ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയും ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു. ഇവിടെ ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരും ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി വിട്ടിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനൊന്നും ഇല്ലേ? പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവൾ കണ്ട കാര്യം പറഞ്ഞു എന്ത് ചെയ്യുന്നുള്ളത് പറയും നിങ്ങൾ. ഇല്ലെങ്കിൽ സൗകര്യമില്ല, എനിക്ക് എന്റെ അവകാശം. മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും ഈ സദാചാര ആങ്ങളമാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്നേവരെ നമ്മൾ സദാചാര പെങ്ങളെ കണ്ടിട്ടില്ലല്ലോ. എന്നാ ഇത് സദാചാര പെങ്ങളാണ് കേട്ടോ. നാട്ടിൽ നടക്കുന്ന സദാചാരങ്ങളെ കണ്ടുപിടിച്ച് അത് നിയമത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ വളരെ കൃത്യതയോടെ കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന പെങ്ങളാണ്. ഏത്? സദാചാര പെങ്ങൾ. ഒരു ഭാര്യയും ഭർത്താവും അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഭാര്യയ്ക്ക് BP ലോയായോ ഷുഗർ ലോയായോ അവര് ഒരു സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മളെ വൈഫ് നമ്മുടെ തോളിൽ തല ചാച്ചി തന്നെയായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഈ നമ്മളെ സദാചാര പെങ്ങൾ കാറിൽ വന്ന് നോക്കുമ്പോൾ അവിടെ സദാചാരമായ കാര്യങ്ങൾ നടന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ഇങ്ങനെ കാണിച്ചു. അവിടെ കണ്ണിൽ എനിക്ക് തുറന്നു പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. എന്താ നടന്നത് അത് പെങ്ങൾ പറയുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ട് സദാചാര കാര്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ MBBSോ MHDയോ HDയോ ഒക്കെ എടുത്ത പെങ്ങളാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും സദാചാര കാര്യങ്ങളെ കുറിച്ചൊന്നും ഇത്രയും ബോധപ്പെടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലെ? അല്ല, എന്തിന്റെ കേടാണ് ഈ പെൺകുട്ടിക്ക്? വല്ല ആവശ്യമുണ്ടോ? ഒരു ഹസ്ബൻഡും വൈഫും എന്തേ അവർക്ക് ഇതെങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് വീടില്ലാത്തതുകൊണ്ടാണോ, റൂമില്ലാത്തതുകൊണ്ടാണോ? എന്താണ് ഇങ്ങനത്തെ വളർന്നു വരുന്ന കുട്ടികൾ? ഇപ്പൊ എയറിലായില്ലേ, മൊത്തത്തിൽ എയറിലായില്ലേ? നമ്മളെ മറ്റേ ബിഗ് ബോസിലെ അനുമോള് കണ്ടുപിടിച്ചത് ഇതിന് രണ്ടിനെയും വെച്ചൊരു സങ്കര ഇനം സാധനത്തിന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. വല്ലാത്ത കഥ. എന്തായാലും ഇപ്പൊ പെങ്ങള് എയറിലാണ്, മൊത്തത്തിൽ എയറിലാണ്. എന്തായാലും വളർന്നു വരുന്ന ഒരു സദാചാര പെങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും. ഇനിയും ഒരുപാട് സദാചാരങ്ങൾ കണ്ടുപിടിക്കണം, ഇനിയും ഒരുപാട് സദാചാരങ്ങൾ കണ്ടുപിടിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കണം. എല്ലാ അഭിനന്ദനങ്ങളും തരികയാണ് സദാചാര പെങ്ങൾക്ക്. എന്താണ് വല്ല പണിക്കും പോയിക്കൂടെ നിനക്കൊക്കെ? എയറിലായിപ്പോ എയറിൽ